തിരുവമ്പാടിയിൽ CK കാസിം നേടിയത് മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം. ഇത്തവണ 6741 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. എന്നാൽ തിരുവമ്പാടി മണ്ഡലത്തിലെ എക്കാലത്തെയും വലിയ ഭൂരിപക്ഷം 1987 PP ജോർജ് നേടിയ 15784 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം തിരുവമ്പാടി മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചത് ഇത്തവണ വിജയിച്ച UDFിലെ CK കാസിമിനാണ്. 6741 വോട്ടുകൾക്കാണ് അദ്ദേഹം സിറ്റിംഗ് MLA ലിൻഡോ ജോസഫിനെ പരാജയപ്പെടുത്തിയത്. 2008 നടന്ന മണ്ഡല പുനർനിർണയത്തിന് ശേഷം 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കുറച്ചുകൂടി ഇടത് ചായ്വ് പ്രകടിപ്പിക്കുന്ന മണ്ഡലമായും 2008 ശേഷം തിരുവമ്പാടി മാറി. നേരത്തെ ഉണ്ടായിരുന്ന താമരശ്ശേരി, ഓമശ്ശേരി, കട്ടിപ്പാറ ഉൾപ്പെടെയുള്ള UDFിനെ തുണയ്ക്കുന്ന പഞ്ചായത്തുകൾ കൊടുവള്ളി മണ്ഡലത്തിലേക്ക് മാറിയപ്പോൾ ഇടതാഭിമുഖ്യമുള്ള മുക്കം കുന്നമംഗലം മണ്ഡലത്തിൽ നിന്നും തിരുവമ്പാടിയിലെത്തുകയും ചെയ്തു. മണ്ഡല പുനർനിർണയ ശേഷം ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2011 അന്ന് മുസ്ലിം ലീഗിലെ സി മോയിൻകുട്ടി 3833 വോട്ടുകൾക്ക് വിജയിച്ചു. തുടർന്ന് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ CPMലെ ജോർജൻ തോമസ് 3008 വോട്ടുകൾക്ക് വിജയിച്ചു. 2021 CPMലെ ലിൻഡോ ജോസഫ് 4643 വോട്ടുകൾക്കും വിജയിച്ചു. ഇതിനെയെല്ലാം മറികടന്നാണ് 2026 CK കാസിം 6741 വോട്ടുകൾക്ക് വിജയിച്ചത്. തിരുവമ്പാടി മണ്ഡലത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് 1977 അന്ന് UDFിലെ P സിറിയക് ജോൺ 3381 വോട്ടുകൾക്കാണ് വിജയിച്ചത്. തുടർന്ന് 80 6570 82 3320 വോട്ടുകൾക്കും സിറിയക് ജോൺ തന്നെ വിജയിച്ചു. 1987 നടന്ന തെരഞ്ഞെടുപ്പിൽ PP ജോർജ് 15784 വോട്ടുകൾ വിജയിച്ചതാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം. 91 6102 വോട്ടുകൾക്കും 96 5122 വോട്ടുകൾക്കും AV അബ്ദുറഹ്മാൻ ഹാജി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ സി മോയിൻകുട്ടി 15676 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി 87 PP ജോർജിൻ്റെ ഭൂരിപക്ഷത്തിന് അടുത്തെത്തുകയും ചെയ്തു. 2006 നടന്ന തെരഞ്ഞെടുപ്പോടുകൂടിയാണ് മണ്ഡലം ഇടതുപക്ഷത്തേക്ക് അടുക്കുന്നത്. അന്ന് CPMലെ മത്തായി ചാക്കോ 5479 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയത് ചരിത്രമായി മാറി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 246 വോട്ടുകൾക്ക് CPMലെ ജോർജൻ തോമസും മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറി. തുടർന്ന് മണ്ഡല പുനർനിർണയ ശേഷം നടന്ന 4 തെരഞ്ഞെടുപ്പുകളിൽ 2 തവണ LDFും 2 തവണ UDFും വിജയിച്ചു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.